ഹായ് ഹലോ ഗൈസ്, 100 ഡേയ്സ് ഓഫ് ചാലഞ്ചിൻ്റെ 43 ഡേ ആണെന്ന്. ഇന്നത്തെ വർക്കൗട്ട് ചെസ്റ്റിനാണ്. ഫസ്റ്റ് വർക്കൗട്ട് പുഷപ്സ് ആണ്. പുഷപ്പ് 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ. ക്ലോസ് ടു ഫെയിലിയർ എന്ന് പറയേണ്ട കാര്യമില്ല. പുഷപ്പ് മാക്സിമം 3 സെറ്റ് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുക, നല്ല പമ്പ് കിട്ടും. രണ്ടാമത്തെ വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ ഡംബൽ ബെഞ്ച് പ്രസ് ആണ്. ഡംബൽ ബെഞ്ച് പ്രസ് എന്ന് പറഞ്ഞാൽ 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെയാണ്. ക്ലോസ് ടു ഫെയിലിയർ ആണ് വരുന്നത്. സ്റ്റാർട്ടിങ് 20 തുടങ്ങിയതാണ് 30 വരെ ഡബിൾ പ്രസ് ചെയ്തു. അപ്പം ഇമ്പ്രൂവ്മെൻറ്റ്സ് ഡെയിലി കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ വീക്കിലി നല്ല ഇമ്പ്രൂവ് ആകുന്നുണ്ട്. മൂന്നാമത്തെ വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ ഡംബിൾ ഇൻക്ലൈൻ സ്ക്യൂസ് പ്രസ് ആണ്. 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെ. അതും ക്ലോസ് ടു ഫെയിലിയർ ആണ്. ചെസ്റ്റിൻ്റെ അപ്പർ ലൈനും കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടുള്ളതാണ്. സ്ക്യൂസ് ചെയ്ത് കൊടുക്കുക. വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് എല്ലാ പ്രോഗ്രാമും കഴിയുമ്പോഴത്തേക്കിനും ഒന്ന് സ്ക്യൂസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ബ്ലഡ് ഫ്ലോ കൂടുതലായിരിക്കും. അപ്പം നല്ല രീതിയിലുള്ള റിസൾട്ട് വരും. അത് കഴിഞ്ഞ് നാലാമത്തെ വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ ഇൻഗെയിം ബാർബൽ ബെഞ്ച് പ്രസ് ആണ്. 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെയാണ്. ക്ലോസ് ടു ഫെയിലിയർ. മാക്സിമം വെയിറ്റ് അടിക്കുക. ഞാൻ ഡ്രോപ്പ് അടിച്ചു. 6 സെറ്റ് അടിച്ചിട്ടുണ്ടെന്ന് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഒരു സെറ്റ് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ലൈറ്റ് വെയിറ്റ് അടിച്ച് പോവാമെന്ന്. എഫേർട്ട് ഇടുന്നുണ്ട്. അഞ്ചാമത്തെ വർക്കൗട്ട് ഇൻക്ലൈൻ മെഷീൻ ചെസ്റ്റ് പ്രസ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് പുൾ ഓവറും അതുപോലെ തന്നെ 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെ. ക്ലോസ് ടു ഫെയിലിയർ. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഇനിയും ട്രാൻസ്ഫോർമേഷൻ വീഡിയോസാണ് വരുന്നത്. ഇപ്പം 84 kg വരെ ആയിട്ടുണ്ട് 93 ഇയറിന്. ഇപ്പം 43 ഡേയ്സ് കൊണ്ട് ഞാൻ ഒരു 10 kg അടുത്ത് കുറച്ച് കഴിഞ്ഞു. അപ്പോൾ നാളെ കാണാം അടുത്തൊരു വീഡിയോ. ബൈ.